ഹായ്, ഇതൊരു കുട്ടി വ്ളോഗാണേ. അച്ഛനും ജിജീഷേട്ടനും ഞാനും കൂടെ കാടാമ്പുഴ അമ്പലത്തിൽ പോവാണ് കേട്ടോ. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ അതിനും കൂടിയാണ് നാട്ടിലേക്ക് വന്നത്. അച്ഛൻ എല്ലാ മാസവും ഇവിടെ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ട വഴിപാടൊക്കെ കഴിച്ച് വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ വയ്യാതായ പിന്നെ അച്ഛൻ അങ്ങനെ പോകാൻ സാധിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ പോണ കൂട്ടത്തിൽ ഞങ്ങൾ അച്ഛനെയും കൂട്ടിയിട്ടുണ്ട് കൂടെ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഡിസ്റ്റൻസിലാണ് ഈ അമ്പലം വരുന്നത്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ കുട്ടി വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത്. നമ്മളപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഇവിടുന്ന് നേരെ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം, റെസ്റ്റ് റൂം ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യമൊക്കെ ഉള്ള നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം. ക്ഷേത്രം ഇരിക്കുന്നത് കുറച്ച് താഴ്ന്ന ഭാഗത്താണ്. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് മേൽഭാഗത്തും, ക്ഷേത്രം കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങിപ്പോയിട്ട് താഴെയായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇവിടെ പ്രധാനമായിട്ടും വരുന്ന വഴിപാട് മുട്ടിറക്കലാണ്. നമ്മൾ നാളികേരം യൂസ് ചെയ്തിട്ട് മുട്ടിറക്കണ വഴിപാടാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൗണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നാളികേരം വാങ്ങാനൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാം കേട്ടോ നാളികേരം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നാണ് നാളികേരം കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മുട്ടിറക്കാനുണ്ടെന്ന് നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നാളെ എഴുതിയിട്ട് അവിടെ കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് ടൈപ്പ് ചെയ്യലല്ല അവിടെ ഉള്ളത്. നമ്മളൊരു പേപ്പർ എടുക്കുക, പെന്നെടുക്കുക, നമ്മുടെ ഓരോരുത്തരുടെ പേര് എഴുതുക, എന്ത് മുട്ടാണ് ഇറക്കേണ്ടത് അത് എഴുതുക, നമ്മുടെ നാളെ എഴുതുക. അപ്പോൾ ഇതാ അവിടെ എന്തൊക്കെ മുട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ആ ലിസ്റ്റ് ആക്കിയിട്ട് ആ എഴുതിയ ലിസ്റ്റും കൊണ്ടിട്ട് വേണം നമ്മൾ അവിടെ ചീട്ടാക്കിയിട്ട് നമ്മൾ നേരെ താഴേക്ക് പോകാൻ, അതായത് ദേവീനെ കാണാൻ പോകാൻ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ അമ്പലത്തിലെത്താൻ കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ 2 സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതൊരു വഴി കൂടെ നമുക്ക് നേരെ പോയിട്ട് തൊഴുതിറങ്ങാൻ പറ്റും. ഒരു വഴി എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ടിറക്കാനുള്ള ക്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ ക്യൂവിൽ നിൽക്കാനിട്ടാ. ആ സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് വന്നു, 1 അവർ കഴിയും ഇനി മുട്ടിറക്കൽ തുടങ്ങാൻ. കാരണം അവിടെ ദേവിക്ക് പൂമൂടൽ ചടങ്ങ് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിന്ന്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് നമ്മളിനി മുട്ടിറത്ത് ഇറങ്ങാവുന്നതാണ്. പക്ഷേ കുറച്ച് വലിയ അപ്പുറത്തൊരു പന്തലുണ്ടായിരുന്നു. അവിടെ പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പ്രസാദം വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടാണ് ഉള്ളിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയത്. ഇത് പിന്നെ നമുക്ക് കയറിപ്പോവാനുള്ള എക്സിറ്റിൻ്റെ വഴിയാണ് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഇവിടെ ഒരു നല്ല ഹോട്ടൽ കണ്ടു. അപ്പോൾ ഞങ്ങൾ അച്ഛനെ ഓൾറെഡി കാറിൽ കൊണ്ടാക്കി. കാരണം അച്ഛൻ കുറച്ച് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ 2 പേരും. അപ്പോൾ അവിടെ ഒരു കട കണ്ടു. അവിടെ നിന്ന് കയറി ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങി. അപ്പോൾ ഹോട്ടൽ വലിയ തിരക്കേടില്ലാത്തത് കണ്ടപ്പോൾ ചേട്ടൻ പോയിട്ട് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റുപാട് എന്ന് പറയാം. അപ്പോൾ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ സമയത്ത് ഞാനവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. സമയം ഇപ്പോൾ നട്ടുച്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അമ്പലം ക്ലോസ് ആയിട്ടുണ്ട്. ഇനി പിന്നെയും നമുക്ക് 3 മണിയാകുമ്പോൾ പിന്നെയും ഈ മുട്ടിറക്കൽ ചടങ്ങൊക്കെ പിന്നെയും തുടങ്ങുന്നതാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇത് കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഉണ്ണിക്കണ്ണനെ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിയിരിക്കണത്. എന്നിട്ട് ചുറ്റും ഇങ്ങനെ ഇതൊക്കെ കെട്ടിയിട്ട് കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വെള്ളം വീഴണ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു വെള്ളം വീഴണ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, അത് കാണാൻ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ശരിക്കും ഊണ് കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഊണില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ നമ്മളെ കാത്തവരിയ്ക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.